നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് ശേഷം ഉയർന്നു കേട്ട ചർച്ചകളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അതില് സീതാദേവിയുടെ വേഷം ചെയ്ത സായി പല്ലവി അതിന് അത്ര യോഗ്യമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു കോർ പോയിന്റ്. ഈ കേട്ടത് വെച്ചിട്ട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഭാരതത്തിലെ സ്ത്രീരത്നങ്ങളിൽ ഏറ്റവും യോഗ്യയായ സീതാദേവിയെ കുറിച്ച് അത്ര ശുദ്ധമായ കാഴ്ചപ്പാടൊന്നുമല്ല ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഉള്ളത് എന്ന്. ഭാരതീയ സംസ്കാരത്തെ ഏറ്റവും ആഴത്തിൽ അടയാളപ്പെടുന്ന കഥാപാത്രം തന്നെയാണ് സീതാദേവി. സിനിമയിൽ ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുന്ന മാതകറാണിയുടെ പരിവേഷമൊന്നുമല്ല സീതാദേവിക്കുള്ളത്. ഭാരതീയ ദർശന പ്രകാരം സീത എന്നത് കേവലം ഒരു വ്യക്തി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ, മാതൃഭൂമിയുടെ, നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകം തന്നെയാണ്. രാമായണം ആരംഭിക്കുന്നത് തന്നെ സീതാദേവിയുടെ ജനനത്തിലൂടെയാണ്. ജനക മഹാരാജാവ് യാഗശാലയ്ക്കായിട്ടുള്ള ഭൂമി ഉഴുതുമറിക്കുമ്പോൾ ഉഴുവുചാലിൽ നിന്ന് ഭൂമിയുടെ ഗർഭത്തിൽ നിന്നെന്ന വണ്ണം ഒരു കുഞ്ഞിന് ലഭിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഭൂമിപുത്രി എന്നും മൈഥിലി എന്നൊക്കെയുള്ള പേര് സീതാദേവിക്ക് ലഭിക്കുന്നത്. നമ്മൾ ഭാരതീയരെ സംബന്ധിച്ച് മണ്ണുമായിട്ടുള്ള ബന്ധം, മാതൃഭൂമിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വൈകാരികമാണ്. സീതയെ അറിയുക എന്നാൽ നമ്മൾ മാതൃഭൂമിയെ അറിയുക എന്നുകൂടി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. രാമായണത്തിൽ സീതാദേവിയെ എല്ലാം സഹിക്കുന്ന ഒരു സാധാരണ സ്ത്രീയായിട്ട് ചുരുക്കി കാണിച്ചിട്ടുള്ളതായിട്ട് തോന്നാം. പക്ഷെ ഇത് യാഥാർത്ഥ്യങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അശോകവനത്തില് രാവണന്റെ കരുത്തരായിട്ടുള്ള പടയാളികളുടെ, കരുത്തരായിട്ടുള്ള കാവൽക്കാരുടെ നടുവിൽ ഭയമില്ലാതെ, ആത്മാഭിമാനം പണയം വയ്ക്കാതെ കരുത്തോടെയാണ് സീത ജീവിച്ചത്. ദുഷ്കരമായിട്ടുള്ള കാട്ടിലെ സാഹചര്യങ്ങളിലും അഗ്നിപരീക്ഷയുടെ സമയത്തായാലും അസാധ്യമായിട്ടുള്ള മാനസിക ശക്തിയാണ്, മാനസിക കരുത്താണ് സീതാദേവി പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഭാരതീയ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകം കൂടിയാണ് സീത. അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു അഭിനേത്രി തന്നെയാണ് സായി പല്ലവി എന്നാണ് ഈ ഉള്ളതിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ബാക്കി സിനിമ കണ്ടിട്ട് പറയാൻ കേട്ടോ. രാമായണത്തിന്റെ കേന്ദ്രബിന്ദു തന്നെ ധർമ്മമാണ്. ആ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ കാവൽക്കാരായിട്ടാണ് ശ്രീരാമനും സീതാദേവിയും നിലകൊള്ളുന്നത്. തന്റെ രാജ്യം ഉപേക്ഷിച്ച് വനവാസനായിട്ട് ശ്രീരാമൻ പുറപ്പെടുമ്പോൾ തന്റെ കൊട്ടാര സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് സീതാദേവിയും ഒപ്പം പോകുന്നത്. കേവലം ഭൗതികമായ നേട്ടങ്ങളെക്കാൾ മൂല്യങ്ങൾക്കാണ് ഭാരതം എക്കാലവും പ്രാധാന്യം നൽകിയിരുന്നത് എന്ന് സീതാദേവിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ പാരമ്പര്യ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നതാണ് ഈ രാമായണ ട്രെയിലർ വിവാദങ്ങൾ. സീതാദേവി ഒരു പുരാണ കഥാപാത്രം മാത്രമല്ല, നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവ് തന്നെയാണ്. ഭൂമിയോടുള്ള സ്നേഹം, പ്രതിസന്ധികളിലെ അതിജീവനം, അടിയുറച്ച ധർമ്മബോധം, ആത്മാഭിമാനം, ഇവയെല്ലാമാണ് സീതാദേവി നമ്മളോട് സംസാരിക്കുന്നത്. സീതാദേവിയെ നോക്കിക്കാണേണ്ടത് കേവലം ഭക്തിയുടെ മാർഗത്തിലല്ല, മറിച്ച് ഈ നാടിന്റെ ആത്മാവിനെ തിരിച്ചറിയുന്ന ഒരു ദർശനത്തിലൂടെയാണ്. ഭൂമിയിൽ നിന്ന് ജനിച്ച് മാതൃകയായി ജീവിച്ച് ഭൂമിയിലേക്ക് മടങ്ങിയ സീതാദേവി നമ്മുടെ സംസ്കാരത്തിന്റെ കരുത്തായി എക്കാലവും നിലകൊള്ളട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായി കുറിച്ചോളൂ കേട്ടോ. വരുന്ന വീഡിയോകൾക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം.